ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്നും ലിവറിന് വലിയ കുഴപ്പം കാണില്ല. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും, അങ്ങനെ ലിവർ സ്റ്റിഫാകും. അപ്പം നമ്മൾ ആ എത്രത്തോളം ലിവർ സ്റ്റിഫാകുന്നു എന്നാണ് നമ്മൾ ഈ ഫൈബ്രോ സ്കാൻ അല്ലെങ്കിൽ ഇലാസ്റ്റോഗ്രഫി, അത് വെദർ ഇറ്റ് ഈസ് അൾട്രാസൗണ്ട് ആണെങ്കിലും MRI ആണെങ്കിലും നമ്മൾ ആ ലിവറിൻ്റെ സ്റ്റിഫ്നെസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈബ്രോ സ്കാനിൽ നമുക്ക് ആക്ച്വലി നമ്മൾ ലിവർ കാണുന്നില്ല. ലിവർ കാണാതെ നമ്മൾ ജസ്റ്റ് ഒരു സാധനം വെച്ചിട്ട് അങ്ങനെയാണ് ഫൈബ്രോ സ്കാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ അൾട്രാസൗണ്ട് ഷിയർ വേവ് ഇലാസ്റ്റോഗ്രഫിയിൽ നമുക്ക് ലിവർ കാണാം. നമ്മൾ ആ അൾട്രാസൗണ്ട് വെച്ച് ലിവർ കണ്ട് ലിവറിൽ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് എന്നിട്ട് അതിൽ എത്രത്തോളം ലിവർ സ്റ്റിഫാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി MR ഇലാസ്റ്റോഗ്രഫിയിലോട്ട് വരുമ്പം നമ്മൾ അൾട്രാസൗണ്ടിൽ നമ്മളൊരു ചെറിയൊരു ഭാഗമാണ്, അതിലാണ് നമ്മൾ സ്റ്റിഫ്നെസ് നോക്കുന്നത്. നമ്മൾ പല ഭാഗങ്ങൾ നോക്കും, എന്നിട്ട് നമ്മളൊരു ആവറേജ് എടുക്കും. MRIയിൽ നമ്മൾ ഹോൾ ലിവർ അതിൻ്റെ എത്രത്തോളം സ്റ്റിഫ്നെസ് ആണ് കാണുന്നത്. അപ്പം നമ്മൾ ഫൈബ്രോ സ്കാനിൽ നിന്ന് നമ്മൾ ഓരോ ഇതായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് MR ഇലാസ്റ്റോഗ്രഫിയിലാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇതെല്ലാം ആക്ച്വലി ലിവറിൻ്റെ ഇലാസ്റ്റിസിറ്റിയും സ്റ്റിഫ്നെസ്സും അറിയാൻ വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ്.